ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ ഉച്ചക്കത്തേക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇത് ബസ്മതി റൈസ് വെച്ച് മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ്. ഞാൻ അതിന് രാവിലെ തന്നെ ബസ്മതി റൈസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചു. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അരി കുതിരുന്ന സമയം കൊണ്ട് ഞാൻ പോയി സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, തക്കാളി ഇതെല്ലാം അരിഞ്ഞെടുത്തു. ഇതെല്ലാം കൂടെ വഴറ്റുവാണേ. സൺഫ്ലവർ ഓയിലിനകത്താണ് ഞാൻ ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെരുംജീരകം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി. മസാലയായിട്ട് ചേർത്തേക്കുന്നത് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, അല്പം മുളക് പൊടി. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് മുളക് പൊടിയെല്ലാം വളരെ കുറച്ച് ചേർത്തത്. റൈസ് വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ച് അതിനകത്തേക്ക് ഏലക്ക, ഗ്രാമ്പു അതെല്ലാം ഇട്ട് ഉപ്പും ചേർത്ത് റൈസ് ഇട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഞാൻ ഇന്ന് അവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ വിശദമായിട്ടൊന്നും പറയാത്തത് ഇത് എല്ലാവരുടെയും വീടുകളിൽ ചെയ്ത് നോക്കുന്നതായിരിക്കും. അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നല്ല താല്പര്യമായിരിക്കും. സ്കൂളിൽ നിന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരെന്ത് കഴിക്കുന്നു അത് കൊടുത്തു വിടുക എന്ന്. കാരണം കളയാൻ വേണ്ടി ഒന്നും അങ്ങോട്ട് കൊടുത്തു വിട്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ആകുമ്പോൾ പിള്ളേർ ഉറപ്പായിട്ടും കഴിക്കും. ഇതിൻ്റെ കൂടെ തൈരും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. പക്ഷേ ഇന്ന് എനിക്ക് തൈരും പപ്പടവും ഞാൻ ഇന്ന് വെക്കുന്നില്ല. ഇല്ലാതാണേലും അവരിത് നല്ല രീതിയിൽ കഴിക്കും. നല്ല ഇഷ്ടമാണ് ഇവിടെ രണ്ടുപേർക്കും. ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും കൂടെയൊക്കെ ചേർക്കണം, കരിവേപ്പില. ഇത് 3ഉം എനിക്ക് ഇന്നലെ കടയിൽ ചെന്നപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനിത് 3ഉം സ്കിപ്പ് ചെയ്യും. അല്ലാത്തപ്പോഴെല്ലാം ഞാനിതെല്ലാം ഇടാറുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും മേടിച്ചുകൊണ്ട് വന്ന്. ചോറ് ഉടഞ്ഞു പോവാതെ ഞാൻ പതിയെ എല്ലാം മുട്ടയായിട്ട് മിക്സ് ചെയ്തെടുത്തു. അല്പം നെയ്യിട്ടു. നെയ്യ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ പിള്ളേർക്ക് നെയ്യ് ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് കൂടുതൽ ഇടാറുമുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അല്പനേരം അടച്ചൊന്ന് ആവി കയറ്റി കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോഴത്തേക്ക് ഓടി വരും, അമ്മേ രാവിലെ ഇത് തന്നെ മതിയെന്നും പറഞ്ഞ്. ചിലപ്പോൾ രാവിലെ ഇത് തന്നെ കഴിക്കും. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് ഇറക്കി വെക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഡിഷിനകത്ത് ആക്കണം. നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞൊന്നും പോയില്ല. മോശമില്ലാത്ത രീതിയിൽ ശരിയായിട്ടുണ്ട്. ഇത് തന്നെ തക്കാളി ചോറും ഉണ്ടാക്കും. ഓരോ ദിവസം ഓരോ ഐറ്റം. ചിലപ്പോൾ ഇഡ്ഡലി കൊണ്ടുപോകും, ചിലപ്പോൾ ദോശ കൊണ്ടുപോകും, ചിലപ്പോൾ ചപ്പാത്തി കൊണ്ടുപോകും, ചിലപ്പോൾ ചോറ് കൊണ്ടുപോകും. എങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടച്ച് വെച്ച് ആവി കയറ്റിയിട്ട് ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ തണുത്തിരിക്കുവാണ്. ഞാൻ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചിട്ട് ഇത് ഡിഷിലേക്ക് വിളമ്പണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.